നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച യാത്രാ വിമാനം നദിയിൽ പതിച്ചതായി സംശയം. രാത്രി അമേരിക്കൻ സമയം 9:30 ഇന്ത്യൻ സമയം രാവിലെ 7:30 വാഷിംഗ്ടൺ റീഗൻ നാഷണൽ എയർപോർട്ടിന് സമീപത്ത് സംഭവം ഉണ്ടായത്. റീഗൻ വിമാനത്താവളത്തിൽ വിമാനം ലാൻഡിംഗിന് ശ്രമിക്കുന്നതിനിടെ ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ എത്ര പേർ മരണപ്പെട്ടു എന്നതിന് വ്യക്തതയില്ല എന്ന് ടെക്സാസ് സെനറ്റർ ടെഡ് ക്രൂസ് സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിമാനത്തിൽ 65 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. കാൻസസിൽ നിന്ന് വാഷിംഗ്ടൺ റീഗൻ വിമാനത്താവളത്തിലേക്ക് പോകുകയായിരുന്നു വിമാനമെന്നാണ് വിവരം. അമേരിക്കൻ എയർലൈൻസിന്റെ CRJ-700 വിമാനവും അമേരിക്കൻ സൈന്യത്തിന്റെ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ പ്രസ്താവനയിലാണ് ഇത് വ്യക്തമാക്കിയിട്ടുള്ളത്. തങ്ങളുടെ ഹെലികോപ്റ്ററും അപകടത്തിൽപ്പെട്ടിട്ടുള്ളതായി അമേരിക്കൻ സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിമാനം സമീപത്തെ നദിയിലേക്ക് വീണു എന്നാണ് പ്രാഥമിക നിഗമനം. വിമാനത്താവളത്തിന് സമീപത്തുള്ള പോട്ടോമാക് നദിയുടെ തീരത്ത് വിവിധ ഏജൻസികളുടെ നേതൃത്വത്തിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. വിമാനം ലാൻഡ് ചെയ്തതിന്റെ തെളിവുകൾ ഒന്നും തന്നെ ഇല്ല എന്നും നദിയിൽ വീണിരിക്കാനാണ് സാധ്യത എന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2009 ശേഷം രാജ്യത്തുണ്ടാകുന്ന ഏറ്റവും വലിയ വിമാനാപകടമാണ് ഇതെന്നാണ് സൂചന. അപകടത്തെക്കുറിച്ച് വിവരം ലഭിച്ചതായും വിശദാംശങ്ങൾ ശേഖരിക്കുകയാണെന്നും നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ഏജൻസിയും വ്യക്തമാക്കി. വിഷയത്തിൽ അമേരിക്കൻ ഭരണകൂടം ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.